എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 35-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിശ്വാമിത്രൻ്റെ ജനനത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെയായിരുന്നു. അത് വളരെ കൃത്യമായിട്ട്, അതായത് വിശ്വാമിത്രനേക്കാളും മുമ്പ് ജനിച്ചവളായ ഒരു സഹോദരിയുടെ ഓപ്പോളുടെ കഥയും വളരെ വിസ്തരിച്ച കൗശികി എന്നു പേരുള്ള നദിയുടെ കഥയൊക്കെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കഥകളൊക്കെ കേട്ടിട്ട് ശ്രീരാമനും ലക്ഷ്മണനും മറ്റു മഹർഷിമാരും ഒക്കെ രാത്രി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവർ വീണ്ടും യാത്ര തുടരണ കഥയൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോണത്. നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. ഉപാസ്യ രാത്രിശേഷം തു ശോണാകൂലേ മഹർഷിഭി നിശായാം സുപ്രഭാതായാം വിശ്വാമിത്രോഭ്യഭാഷത. സുപ്രഭാതാ നിശാരാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ ഗമനായാഭിരോചയ. ഈ 2 ശ്ലോകം കൂടിയും കൂട്ടി ഒരുമിച്ച് അർത്ഥം പറയാം. ഇത് ധാരാളമായിട്ട് കേട്ടിട്ടുള്ള വരികളാണ്. നമ്മൾ ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ്റെ കൂടെ പുറപ്പെട്ടപ്പോൾ മുതൽ കേട്ട് തുടങ്ങിയിട്ടുള്ളതായ വരികളാണ്. അതായത് കൃത്യമായിട്ട് അത് വാൽമീകി മഹർഷി ശ്രദ്ധിക്കുന്നുണ്ട്. തലേന്ന് പിറ്റേന്ന് ഉണർന്നെണീക്കണതും അതുപോലെ തന്നെ രാവിലെ ഉഷസന്ധ്യയും ഒക്കെ ആ സമയങ്ങളിലൊക്കെ ഉള്ളതായ ആത്മീക ക്രിയകളൊക്കെ ചെയ്യണത് ധാരാളം സർഗങ്ങളിൽ ആരംഭത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും തുടങ്ങണത്. അങ്ങനെ തന്നെയാണ് പറയണത്. ശോണാകൂലേ മഹർഷിഭി രാത്രിശേഷം ഉപാസ്യ. ശോണ എന്ന് പറഞ്ഞാൽ ഒരു നദിയാണല്ലോ. ആ നദിയുടെ തീരത്തിരുന്നിട്ടാണ് ഇവർ ഈ കഥകളൊക്കെ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ തീരത്തിരുന്നു കൊണ്ട് മഹർഷിമാരോട് കൂടി ചേർന്ന് കഥകളൊക്കെ കേട്ടതിന് ശേഷം രാത്രി ശേഷത്തെ, അതായത് അർദ്ധരാത്രി വരെ ഇവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. അതായത് വിശ്വാമിത്രൻ കഥ പറഞ്ഞു, ഇവർ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയൊക്കെ കഴിച്ചു കൂട്ടിയതിന് ശേഷം നിശായാം സുപ്രഭാതായാം, രാത്രി വെളുത്തപ്പോൾ വെളിച്ചാവങ്കാലത്ത് വിശ്വാമിത്രൻ ഇപ്രകാരം ശ്രീരാമനോടും ലക്ഷ്മണനോടുമായിട്ട് പറഞ്ഞു. അതാണ് സുപ്രഭാത നിശാരാമ, അല്ലയോ ശ്രീരാമ, രാത്രി കഴിഞ്ഞിരിക്കുന്നു, വെളുപ്പാങ്കാലമായിരിക്കുന്നു. സുപ്രഭാത നിശ പൂർവാസന്ധ്യ പ്രവർത്തതേ. പൂർവാസന്ധ്യ എന്ന് പറഞ്ഞാൽ ഉഷസന്ധ്യ, രാവിലത്തെ സന്ധ്യയ്ക്ക് പറയണ പേരാണ്. അതായത് രാത്രിയും പകലും തമ്മിൽ ചേരുന്നത്, ആ സന്ധ്യയുടെ പേരാണ് ഉഷസന്ധ്യ. പിന്നെ ഉച്ചയ്ക്ക്, അത് കഴിഞ്ഞ് വൈകുന്നേരം സായം സന്ധ്യ, അങ്ങനെ എല്ലാത്തിനും ഓരോ പേരുകളൊക്കെ ഉണ്ട്. കാലങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട്, നേരങ്ങൾക്കും കാലങ്ങൾക്കൊക്കെ ഭാരതീയരായിട്ടുള്ള നമുക്കൊക്കെ വളരെ കൃത്യമായ പേരുകളുണ്ട്. അങ്ങനെ അതൊക്കെ ജ്യോതിഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഋതുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വെളുപ്പാങ്കാലത്തെ സന്ധ്യ, രാവിലത്തെ ഉഷസന്ധ്യയായി. അതുകൊണ്ട് എണീക്കൂ, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എണീറ്റോളൂ. രണ്ടുപേരും വേഗം എണീറ്റിട്ട് ഗമനായ അഭിരോചയ, സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം പോവാനായിട്ട് പുറപ്പെട്ടോളൂ. ഗമനായ, ഇനി നമ്മുടെ യാത്ര മിഥിലയിലേക്കാണല്ലോ. അവിടെ ഒരു ചാപമുണ്ട്, ആ ചാപം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കോളൂ. ഗമനായ അഭിരോചയ എന്ന് പറഞ്ഞ രണ്ടുപേരെയും, കുട്ടികളാണല്ലോ, അപ്പോൾ അവരെ പിടിച്ച് എണീപ്പിക്കുകയാണ്. എന്നിട്ട് 3-ാമത്തെ ശ്ലോകം നോക്കാം. തച്ഛ്രുത്വാ വചനം തസ്യ കൃതപൂർവാഹ്നികക്രിയ ഗമനം രോചയാമാസ വാക്യം ചേദമുവാചഃ. തച്ഛ്രുത്വ, അതായത് വിശ്വാമിത്രൻ പറഞ്ഞതായിട്ടുള്ള ആ വാക്യങ്ങൾ കേട്ടിട്ട്, തസ്യ വചനം ശ്രുത്വ, തസ്യ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രസ്യ, വിശ്വാമിത്രൻ പറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ കേട്ടിട്ട്, കൃതപൂർവാഹ്നിക ക്രിയ, പൂർവാഹ്നിക ക്രിയകൾ ഒക്കെ ചെയ്തു തീർത്തവനായ ശ്രീരാമനും ലക്ഷ്മണനും. ശ്രീരാമനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ലക്ഷ്മണനും അതിൽ പെടുന്നുണ്ട്. രാവിലത്തെ സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ബാലകന്മാർ രണ്ടുപേരും ഗമനം രോചയാമാസ, പോവാനായിട്ട് തയ്യാറായി നിന്നു. രുച് എന്ന് പറഞ്ഞാൽ താല്പര്യപ്പെട്ടു എന്നാണ് അർത്ഥം. എല്ലാ 2 കുട്ടികളും ഈ മഹർഷിമാരുടെ കൂടെ പോവാൻ തയ്യാറായിട്ട് വന്നു നിന്നു. എന്നിട്ടോ ഇതം വാക്യം ഉവാച ച, ഇങ്ങനെ ഒരു വാക്യം വിശ്വാമിത്രനോട് പറയുകയുമുണ്ടായി. എന്താ പറഞ്ഞത്? അതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. അയം ശോണ ശുഭജലോഗാധ പുളിനമണ്ഡിത കതരേണ പഥാ ബ്രഹ്മൻ സന്തരിഷ്യാമഹേ വയം.
ശുഭജലോ അഗാധ അയം ശോണ. വളരെ തെളിഞ്ഞ വെള്ളത്തോടു കൂടിയതും അഗാധമായിട്ടുള്ളതുമായ നല്ല ആഴമുണ്ട് എന്ന് ശ്ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത്. വേറെ ചില പാഠഭേദങ്ങളിൽ ശുഭജലോ ഗാഥ എന്ന് അഗാധ എന്ന് പറയണില്ല. അതായത് അത്ര ആഴമൊന്നും ഇല്ലാത്ത ഒരു നദിയാണ് ശോണ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഏതായാലും നദിയാണല്ലോ, കുറച്ച് വെള്ളമൊക്കെ കാണും. അപ്പോൾ ഈ ശോണാ നദിയെ തരണം ചെയ്തുകൊണ്ട് നിറച്ച പുളിനമണ്ഡിത, പുളിനം എന്ന് പറഞ്ഞാൽ മണൽത്തീരം, മണൽത്തിട്ടയാണ്. പുളിനമണ്ഡിതം എന്ന് പറഞ്ഞാൽ മണൽത്തിട്ടകളാൽ അലങ്കൃതമായിട്ടുള്ള വലിയ മണൽത്തിട്ട ഉള്ളതായ ഈ ശോണാ നദിയെ കതരേണ പഥ ബ്രഹ്മൻ സന്തരിഷ്യാമഹേ. വയം നമ്മളെല്ലാവരും ഏത് വഴിയിൽ കൂടെയാണ് ഈ നദി തരണം ചെയ്യാൻ പോണത്, ഈ നദി മുറിച്ച് കിടക്കണത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. കുട്ടികളാവുമ്പോൾ അവരുടെ സഹജമായിട്ടുള്ള കൗതുകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ആണ് എങ്കിലും അവരുടേതായിട്ടുള്ള കുട്ടി കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത് കടന്ന് അങ്ങോട്ട് പോവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ വളരെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഏത് വഴി കൂടെയാണ് ശോണ നദി കടക്കേണ്ടത് എന്ന്. ശോണ എന്നുള്ളത് പുല്ലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് പുളിനമണ്ഡിത എന്നുള്ളതൊക്കെ പുല്ലിംഗത്തിൽ പറയണത്. സാധാരണ നദികളൊക്കെ സ്ത്രീലിംഗത്തിലാണ് പതിവ്. പുല്ലിംഗത്തിലുള്ള ഒരു നദി എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര നദി മാത്രമായിട്ടാണ് കേട്ടിരിക്കുന്നത്. ഇവിടെ ശോണ നദിയെയും പുല്ലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടുത്ത ശ്ലോകത്തിൽ വിശ്വാമിത്രൻ്റെ മറുപടിയാണ്. 5ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്തസ്തു രാമേണ വിശ്വാമിത്രോ ബ്രവീദിദം ഏഷാ പന്ഥാ മയോദ്ദിഷ്ടോ യേന യാന്തി മഹർഷയ. ഏവമുക്തസ്തു രാമേണ വിശ്വാമിത്ര. ഏവം രാമേണ ഉക്ത വിശ്വാമിത്ര തു ഇദം അബ്രവീദ്. ഇപ്രകാരം രാമനാൽ പറയപ്പെട്ട വിശ്വാമിത്രൻ, അതായത് രാമൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വിശ്വാമിത്രൻ അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. ഇതാണ് കർത്തരി പ്രയോഗം. കർമ്മണിയിലാണ് ഇവിടെ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. രാമനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട വിശ്വാമിത്ര മഹർഷി ഇപ്രകാരം മറുപടി പറഞ്ഞു. ഇദം അബ്രവീദ്. എന്താ മറുപടി പറഞ്ഞത്? ഏഷ പന്ഥാമയ ഉദ്ദിഷ്ട. ഈ വഴിയാണ് എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഏഷ പന്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വഴി കൂടെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. യേന ഏതൊരു മാർഗത്തിൽ കൂടെയാണോ മഹർഷയ യാന്തി മഹർഷിമാർ പോകുന്നത്, മഹർഷിമാർ പോണ അതേ വഴിക്ക് നമുക്ക് പോവാം. അതായത് ഇത് ഒരു വലിയ നദിയാണ്, അല്ലെങ്കിൽ ആഴമുള്ളതായിക്കോട്ടെ ആഴമില്ലാത്തതായിക്കോട്ടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു മാർഗം ഉണ്ടാവും. വഞ്ചിയിൽ കൂടെയാണോ എന്നൊന്നും ഇവിടെ പറയണില്ല. വഞ്ചിയിൽ കൂടെ ആവാം, അല്ലെങ്കിൽ നടന്ന് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നടന്ന് മുറിച്ച് കിടക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് മഹർഷിമാർ നടക്കുന്ന ഒരു മാർഗം ഉണ്ടാവും. ആ മാർഗത്തിൽ കൂടെ പോയാൽ വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല, ഒഴുക്കൊന്നുമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ അക്കരെ കടക്കാം. അതാവണം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മഹർഷിമാരെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഈ യാത്ര, അതായത് ഇങ്ങനെ സഞ്ചരിച്ചൊക്കെ ശീലമുള്ളവരാണ്. വിശ്വാമിത്രനടക്കം ഇതൊക്കെ അറിയണതാണ്. അപ്പോൾ മഹർഷിമാരെ ഏതേ കൂടെയാണോ പോണത് അതിലേക്കൂടെ തന്നെ നമുക്ക് ഈ പുഴ മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാം എന്ന് പറയാണ്. എന്നിട്ട് 6ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്ത മഹർഷയ വിശ്വാമിത്രേണ ധീമതാ പശ്യന്തസ്തേ പ്രയാതാ വൈ വനാനി വിവിധാനി ച. ഏവമുക്ത മഹർഷയ. ഇപ്രകാരം വിശ്വാമിത്രനാൽ പറയപ്പെട്ട മഹർഷിമാർക്ക് ഈ വനങ്ങൾ അതുപോലെ തന്നെ നദികളൊക്കെ നല്ല പരിചയമുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നടന്ന് ശീലമുള്ളവരായിട്ടുള്ള ആ മഹർഷിമാരുടെ വഴിയിലൂടെ വിശ്വാമിത്രനും കുട്ടികളും ഒരുമിച്ച് ആ നദി മുറിച്ചു കടന്നു. വിശ്വാമിത്രേണ ധീമത. വിശ്വാമിത്രനാൽ പറയപ്പെട്ട മുനിമാര് മുമ്പിൽ നടന്നു, വിശ്വാമിത്രൻ നടന്നു, കുട്ടികളും നടന്നു. അങ്ങനെ നദി മുറിച്ചു കടന്നു. അവരെങ്ങനെയാണ് നടന്നത്? പശ്യന്തസ്തേ പ്രയാതാവൈ വനാനി വിവിധാനി വനാനി പശ്യന്ത. അങ്ങനെ മുറിച്ചു കടന്ന് ധാരാളം കാട് പ്രദേശങ്ങൾ, നല്ല ഇരുണ്ട കട്ടി കൂടിയ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവർ പിന്നെ നടക്കലുണ്ടായത്. ആ കാടുകളൊക്കെ കണ്ടുകൊണ്ട്, മരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ബാലകന്മാരും മഹർഷിമാരും വിശ്വാമിത്രൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ നടന്നു തുടങ്ങി. അതാണ് പശ്യന്തസ്തേ പ്രയാത എന്ന് പറഞ്ഞാൽ നടന്നു. വനാനി വിവിധാനി പശ്യന്തഹ തേ പ്രയാതാഹ. അങ്ങനെ കാട് കണ്ട് നടക്കണതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീണ്ടും ഒരു നദിയെ കാണുകയാണ്. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. തേ ഗത്വാ ദൂരമധ്വാനം ഗതേർദ്ധ ദിവസേ തദാ ജാഹ്നവീം സരിതാം ശ്രേഷ്ഠാം ദദൃശുർമുനി സേവിതാം.
അങ്ങനെ അവർ കുറേ ദൂരം നടന്നപ്പോൾ ഏതാണ്ട് ഉച്ച സമയം വരെ അവർ നടന്നു. രാവിലെ നടക്കാൻ തുടങ്ങിയതാണല്ലോ. അതായത് പൂർവാന്ഹിക ക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നദി കുറുകെ കടന്ന് അങ്ങനെ യാത്രയായി. ഈ കാട്ടുകൂടെയൊക്കെ നടന്ന് പോയി. ഉച്ചയായപ്പോൾ അതാണ് തേ ദൂരം അധ്വാനം ഗത്വ അർദ്ധദിവസേ ഗതേ. ദൂരം അധ്വാനം എന്ന് വെച്ചാൽ കുറേ ദൂരം നടന്നു. ആ ഷോണാ നദിയൊക്കെ പിന്നിട്ടിട്ട് അവർ കുറേ ദൂരം നടന്നിട്ട് അർദ്ധദിവസേ ഗതേ തഥാ ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ച്, അതായത് പകുതി ദിവസം കഴിഞ്ഞു പോയപ്പോൾ തഥാ അപ്പോൾ എന്താണ്, ആരെയാണ് കണ്ടത്? മുനിസേവിതാം സരിതാം ശ്രേഷ്ഠാം ജാഹ്നവീം ദദൃശു. മുനിമാരാൽ സേവിക്കപ്പെടുന്നവളും നദികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളുമായ ജാഹ്നവിയെ കാണുകയുണ്ടായി. ജാഹ്നവി എന്ന് പറഞ്ഞാൽ ഗംഗ തന്നെയാണ്. ഗംഗ ജന്നു മഹർഷിയിൽ നിന്നുകൂടി ജന്മമെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഗംഗയ്ക്ക് ജാഹ്നവി എന്ന് പേര് വന്നത്. ആ കഥയൊക്കെയാണ് ഇനി പറയാൻ പോണത്. അങ്ങനെ ഗംഗാനദി കാണുമാറായി. ഇവർ നടന്ന് ഗംഗാനദിയുടെ തീരത്തെത്തി. അങ്ങനെ ഗംഗാനദി കണ്ടപ്പോൾ എന്താ ഉണ്ടായതെന്ന് പറയാണ്. 8ാമത്തെ ശ്ലോകം നോക്കാം. താം ദൃഷ്ട്വാ പുണ്യസലിലാം ഹംസസാരസസേവിതാം ബഭൂവുർമുനയഃ സർവേ മുദിതാ സഹ രാഘവ. 9ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു വരിയും കൂടി ഇതിൽ ചേർന്ന് നിൽക്കുന്നതാണ്. ആ വരിയും കൂടിയും 8ാമത്തെ ശ്ലോകത്തിൻ്റെ കൂടെ ചൊല്ലി അർത്ഥം പറയാം. തസ്യാസ്തീരേ തദാ സർവേ ചക്രുർവാസ പരിഗ്രഹം. അത് കഴിഞ്ഞിട്ട് തതസ്നാത്വ യഥാന്യായം സന്ദർഭ്യ പിതൃദേവത എന്നൊക്കെ ഉള്ളത് അടുത്ത ശ്ലോകത്തിനോട് കൂടി ചേർന്നാണ് നിൽക്കുന്നത്. ഇവിടെ വരെയുള്ള അർത്ഥങ്ങൾ നമുക്കിന്ന് പറയാം. താം ദൃഷ്ട്വാ പുണ്യസലിലാം ഹംസസാരസസേവിതാം. താം ഹംസസാരസസേവിതാം പുണ്യസലിലാം ദൃഷ്ട്വാ. ഹംസങ്ങൾ, അരയന്നങ്ങൾ, സാരസപക്ഷികൾ, കൊറ്റികൾ, ഇങ്ങനെ ധാരാളം പക്ഷി വൃന്ദങ്ങളൊക്കെ അവിടെ പറന്ന് നടക്കുന്നുണ്ട് ആ നദിയുടെ തീരത്ത്. നദികളാകുമ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ടാവും. ക്രൗഞ്ചങ്ങൾ, അതുപോലെ വേറെ ചില ഹംസങ്ങൾ, അരയന്നങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ബലാക പക്ഷികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പക്ഷികളാൽ സേവിക്കപ്പെടുന്നതായ പുണ്യസലിലയായ നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളം, അതുപോലെ പുണ്യമായിട്ടുള്ള ജലമാണ്. അതിൻ്റെ ചരിത്രമൊക്കെയാണ് ഇനി പറയാൻ പോണത്. എങ്ങനെയാണ് അത് പുണ്യവതിയായത്, ഈ ഗംഗ എങ്ങനെ ഭൂമിയിലെത്തി, ഇതൊക്കെയാണ് ഇനി പറയാൻ പോണത്. മോക്ഷം നൽകുന്നവളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പേരൊക്കെ എങ്ങനെയാണ്, ഗംഗാനദി എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ള കഥകളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പുണ്യസലിലയായിട്ടുള്ള ആ ഗംഗാനദിയെ കണ്ടപ്പോൾ സർവേ മുനയ സഹരാഘവാഹ മുദിതാഹ ബഭൂവു. എല്ലാ മുനിമാരും, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ, വിശ്വാമിത്രനടക്കം എല്ലാവരും, ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും തന്നെ മുദിതാഹ ബഭൂവു. മുദിതാഹ എന്നുള്ളത് കൊണ്ട് സന്തോഷഭരിതരായി തീർന്നു. ഗംഗാനദി കണ്ടപ്പോൾ എല്ലാവർക്കും ഉള്ളാകെ സന്തോഷം നിറഞ്ഞു എന്നർത്ഥം. എന്നിട്ടോ തസ്യാഹ തീരെ തഥാ സർവേ ചക്രുർ വാസപരിഗ്രഹം. മഹാനദികളെയൊക്കെ കാണുമ്പോൾ ആ നദികളെ വന്ദിക്കണം, അവിടെ ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പഴയ ഒരു രീതിയുണ്ട്. അതായത് ഗംഗാനദി എന്ന് പറഞ്ഞാൽ എത്രയോ പഴക്കമേറിയ ഭാരതഭൂമി എന്ന് പറയണതിൻ്റെ ഒപ്പം തന്നെ അത്രയും പഴക്കമുള്ളതായിട്ടുള്ള നദിയാണ്. അത്രയ്ക്ക് പുണ്യ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ്. അപ്പോൾ ആ നദിയെ കണ്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, ഇനി ഇവിടെ തങ്ങി, അതായത് പിതൃശ്രാദ്ധാദികളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകണുള്ളൂ. അതൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നദി കണ്ടതോട് കൂടിയിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് വാസപരിഗ്രഹം തസ്യാഹ തീരെ തഥാ സർവേ ചക്രു. താമസിക്കാനുള്ള ഏർപ്പാട്, അതായത് അവിടെ ഇരുന്ന് അവിടെ താമസിച്ചിട്ട് ക്രിയകൾ, കർമ്മങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു എന്നർത്ഥം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ചൊല്ലാം. ഉപാസ്യ രാത്രിശേഷം തു ശോണാകൂലേ മഹർഷിഭി നിശായാം സുപ്രഭാതായാം വിശ്വാമിത്രോഭ്യഭാഷത. സുപ്രഭാതാ നിശാ രാമ പൂർവാസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ ഗമനായാഭിരോചയ. തച്ഛ്രുത്വാ വചനം തസ്യ കൃതപൂർവാന്ഹികക്രിയ ഗമനം രോചയാമാസ വാക്യം ചേദമുവാചഃ. അയം ശോണശുഭജലോ അഗാധ പുളിനമണ്ഡിത കതരേണ പഥാ ബ്രഹ്മൻ സന്തരിഷ്യാമഹേ വയം
ഏവമുക്തസ്തു രാമേണ വിശ്വാമിത്രോ ബ്രവീദിദം ഏഷ പന്ഥമയോദ്ദിഷ്ടോ യേന യാന്തി മഹർഷയ. ഏവമുക്ത മഹർഷയോ വിശ്വാമിത്രേണ ധീമതാ പശ്യന്തസ്തേ പ്രയാതാ വൈ വനാനി വിവിധാനി ച. തേ ഗത്വാ ദൂരമധ്വാനം ഗതേർദ്ധദിവസേ തദാ ജാഹ്നവീം സരിതാം ശ്രേഷ്ഠാം ദദൃശുർമുനിസേവിതാം. താം ദൃഷ്ട്വാ പുണ്യസലിലാം ഹംസസാരസസേവിതാം ബഭൂവുർമുനയഃ സർവേ മുദിതാഃ സഹ രാഘവാഃ. തസ്യാസ്തീരേ തദാ സർവേ ചക്രുർവാസപരിഗ്രഹം. ഇനി ഗംഗാനദിയുടെ തീരത്തിരുന്ന് എന്തൊക്കെയാണ് ചെയ്യണത്, എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.